അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ബീഹാറിൽ നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രക്ഷോഭം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായിട്ട് ബന്ധപ്പെട്ട അതൊരു ഇമ്മീഡിയറ്റ് കോസാണ്, ഒരു പ്രത്യക്ഷ കാരണമാണ്. കാടുകളിൽ നിന്നും ആദിവാസികളെ കുടിയിറക്കുന്ന അവസ്ഥ. അപ്പോൾ ഇനി അല്ലാതെ ഈ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയോ അവർ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സ്റ്റാൻ സ്വാമിയെപ്പോലുള്ള പുരോഹിതർ വരെ ജയിലഴികൾക്കുള്ളിൽ കിടന്ന് മരിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പക്ഷപാതപരമായ നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേക ഏതെങ്കിലും മുന്നണിയോ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ കീ പോസ്റ്റുകൾ മാത്രമല്ല, എല്ലാ ഭരണനിർവഹണ രംഗത്തെ എല്ലായിടത്തും തങ്ങളുടെ ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിഷ്പക്ഷത പുലർത്തുന്നതാണ് ഈ PSC പോലുള്ള UPSC പോലുള്ള ഏജൻസികൾ. കാരണം അത് കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് യോഗ്യതാ പരീക്ഷകൾ നടത്തുകയും അത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സംവരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിലും ഈ വ്യവസ്ഥയിലുമുള്ള മനുഷ്യരുടെ ഒരു വിശ്വാസം. പഠിക്കാനും ജോലി നേടാനും ശ്രമിക്കുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ ആളുകൾക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടാവുകയോ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥ ചുരുക്കം ആളുകൾക്കേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ബീഹാറിൽ നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രക്ഷോഭം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായിട്ട് ബന്ധപ്പെട്ട അതൊരു ഇമ്മീഡിയറ്റ് കോസാണ്, ഒരു പ്രത്യക്ഷ കാരണമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കർഷക സമരത്തെ തുടർന്ന് പിന്നീടുണ്ടായ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, പൗരത്വ രജിസ്റ്ററിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും ദലിതരെയും നിരന്തരം വേട്ടയാടുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ വനസമ്പത്ത് ഉൾപ്പെടെ ധാതുലവണങ്ങൾ ഉൾപ്പെടെ ഈ വേദാന്ത പോലുള്ള കോർപ്പറേറ്റുകൾക്ക് ക്രൂരമായി ചൂഷണം എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമായി തന്നെ ചൂഷണം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കൽ, അതിൻ്റെ ഭാഗമായി ആദിവാസികളും ദലിതരുമെല്ലാം തന്നെ അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ജീവിതാവസ്ഥകളിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുന്ന അവസ്ഥ, കാടുകളിൽ നിന്നും ആദിവാസികളെ കുടിയിറക്കുന്ന അവസ്ഥ. അപ്പോൾ ഇനി അല്ലാതെ ഈ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയോ അവർ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സ്റ്റാൻ സ്വാമിയെപ്പോലുള്ള പുരോഹിതർ വരെ ജയിലഴികൾക്കുള്ളിൽ കിടന്ന് മരിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിലെ ഈ ഭരണവ്യവസ്ഥ അനുനിമിഷം ജീർണിക്കുക മാത്രമല്ല, അത് ജനാധിപത്യ വിരുദ്ധമായി തീരുകയും അടിസ്ഥാന വർഗത്തെ ആകെ ന്യൂനപക്ഷങ്ങൾ, ദലിതർ, സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള തൊഴിലാളികൾ, കർഷകർ എല്ലാവരും തന്നെ അസംതൃപ്തി അനുഭവിച്ചു വരുന്നൊരു അവസ്ഥയാണ്. അത്തരത്തിൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പുകഞ്ഞുകൊണ്ടിരുന്ന അസംതൃപ്തിയുടെയും അമർഷത്തിൻ്റെയും ഒരു ബഹിഷ്സ്ഫുരണമായി ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള ഒരു ട്രിഗർ പോയിൻ്റായിട്ട് അത് മാറിയെന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു എന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് പരിഹരിക്കപ്പെടില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ചെയിൻ ഓഫ് കോസസ് ഉണ്ട്, കാരണങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട്. അത് സമൂഹത്തിൻ്റെ മൊത്തം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പരിഹാരം കൊണ്ട് ഈ ജനകീയമായ രോഷത്തെയും ജനങ്ങളുടെ അസംതൃപ്തിയെയും ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അമർഷത്തെയും പരിഹരിക്കാനോ ലഘൂകരിക്കാനോ കഴിയുന്നതല്ല.